കൊല്ലം ഓച്ചിറയിൽ മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം പ്രായപൂർത്തിയാകാത്ത നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതികൾ ബംഗളൂരുവിൽ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് സംഘം ബംഗളൂരിലേക്ക് തിരിച്ചു. ഓച്ചിറ സ്വദേശിയായ മുഹമ്മദ് റോഷൻ, അനന്തു, വിപിൻ എന്നിവരാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതേസമയം മൂവർ സംഘം പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അടിച്ചു വീഴ്ത്തിയ ശേഷമാണ് കാറിൽ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത്. മൂവർ സംഘത്തിലെ 2 പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുമുണ്ട്. അനന്തുവും വിപിനുമാണ് അറസ്റ്റിലായ 2 പേർ. 1 മാസം മുൻപും ഇതേ രീതിയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നുവെങ്കിലും നാട്ടുകാർ ഇടപെട്ട് രക്ഷിക്കുകയായിരുന്നു. 1 വർഷം മുൻപ് ഇവരുടെ വീട് കുത്തി തുറന്ന് 25,000 രൂപ മോഷ്ടിച്ചതിന് പിന്നിലും ഈ സംഘമാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇത്തരത്തിലുള്ള ശല്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടികളെ ആൺവേഷം കെട്ടിച്ചാണ് നാടോടി ദമ്പതികൾ വളർത്തിയിരുന്നത്. അതെല്ലാം വെറുതെയായി. കാമവെറിയന്മാർ മകളെ കൺമുന്നിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാനേ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ. എതിർക്കാൻ ശ്രമിച്ചിട്ടും മാതാപിതാക്കളെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. വർഷങ്ങളായി വഴിയോരത്ത് കരകൗശല സാധനങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു പെൺകുട്ടിയുടെ കുടുംബം. വേണ്ടത്ര സുരക്ഷിതമല്ലാത്ത വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നതും. ഇവിടെ ഗുണ്ടകളുടെ ശല്യവും നിരന്തരം കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്നിരുന്നതിനാലാണ് സുരക്ഷയ്ക്ക് വേണ്ടി പെൺകുട്ടികളെ ആൺവേഷം കെട്ടിച്ച് നടത്തിയിരുന്നത്. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ കൂടാതെ മറ്റൊരു പെൺകുട്ടിയും കുടുംബത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഘം വീട്ടിൽ കയറി രക്ഷിതാക്കളെ മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അടിയേറ്റ രക്ഷിതാക്കളെ പരിസരവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ഓച്ചിറ പോലീസ് രാത്രിയിൽ നടത്തിയ തിരച്ചിലിൽ കായംകുളം ഭാഗത്തു നിന്ന് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെടുത്തു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അനന്തവും വിപിനും പിടിയിലായത്. നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായതെന്നാണ് വിവരം. മാസങ്ങൾക്ക് മുൻപ് ദേശീയപാതയിൽ അച്ഛനെയും മകനെയും തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശേഷം പണം കവർന്ന കേസിലെ മുഖ്യപ്രതിയാണ് മുഹമ്മദ് റോഷൻ. CPI ബ്രാഞ്ച് സെക്രട്ടറി നവാസിന്റെ മകനാണ് മുഖ്യപ്രതി മുഹമ്മദ് റോഷൻ. മകൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ചിലർ ഇതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും തെറ്റ് ചെയ്തവർക്കൊപ്പം നിൽക്കില്ലെന്നും നവാസ് പറഞ്ഞു. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.